അപ്പോ ഞാൻ BJP-യെ തോൽപ്പിക്കാൻ ഇറക്കുമ്പോഴൊരു സമയത്തിൽ LDF-കാര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കാൻ മാത്രം ഇറങ്ങുമ്പോൾ അത് ഒരു അതിശയപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഉദ്ദേശമോ അർത്ഥമോ കാരണമോ ഒന്നും ഞാൻ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് BJP-യും എൻ്റെ എതിരാണ് അവരുടെ 100% പ്രചരണം. LDF സ്ഥാനാർത്ഥിയുടെ LDF സർക്കാരിന്റെ എതിരോ LDF-ന്റെ എതിരോ ഒരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. ഇതെന്താണ് ഒരു ഫ്രണ്ട്ലി മാച്ചാണോ നടക്കണം? മറ്റേ ഒരു ചോദ്യമാണ്. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനോ ക്രിക്കറ്റ് പ്രേമിയായിട്ട് ചോദിക്കുന്നത് ഒരു ഫ്രീ ആൻഡ് ഫെയർ മാച്ച്. അതിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇവിടെ വന്നു എന്റെ രാഷ്ട്രീയ ഞാനും വോട്ട് ചെയ്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളുടെ വോട്ട് അഭ്യർത്ഥിച്ചത്. ഇറങ്ങുന്നു. I am casting my vote and I've just stepped out after casting my vote and these are my reasons for voting. BJP-യെ തോൽപ്പിക്കാൻ ഒരു ക്രോസ് വോട്ടിങ്ങോ ഞാൻ അത് ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇതുവരെ കേൾക്കുന്നത് ലെഫ്റ്റിന്റെ ആൾക്കാരെ BJP അവര് തമ്മിലുള്ള ക്രോസ് വോട്ടിംഗ് ആണെന്ന് വിചാരിക്കുന്നത് എനിക്കറിയില്ല. I'm asking a question as to whether this is a friendly match, because the fact is that we have never heard a single criticism of the BJP from the LDF campaign, and we have not heard a single criticism of the LDF from the BJP campaign. Both have trained their guns on me. Their invective, their campaign has been directed solely against me. I'm perfectly willing to... All right, that's a glimpse coming in from Kerala. Shashi Tharoor in Thiruvananthapuram.